കോൺഗ്രസിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഇതൊരു നാഥനില്ല കളരിയായി മാറുന്നു. അത് വ്യക്തമായ ആരാണ്, ഹൂ ഈസ് ഇൻ കമാൻഡ്, ഇതാണ് ചോദ്യം. പ്രതിപക്ഷ നേതാവ് പറയുന്നു മീഡിയ സെൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല. പിന്നെ ആരാണ് അറിയേണ്ടത്? ആർക്ക് കൊട്ടാവുന്ന ചെണ്ട എന്ന നിലയിൽ വി ഡി സതീശൻ മാറുന്നു എന്ന പ്രതീതിയാണ് ജനിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കോൺഗ്രസിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം അപ്രതീക്ഷിതമായി ആ പാർട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് എന്ന് പറയാം. പക്ഷെ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നേതാക്കൾക്ക് തന്നെ പരസ്പര വിശ്വാസമില്ല എന്ന നിലയിലേക്കുള്ള നിഗമനത്തിന് പര്യാപ്തമാവുന്നതാണോ? ഇതൊക്കെ സ്വാഭാവികമായി അങ്ങ് ഏതോ കാളികൂളി സംഘങ്ങൾ നടത്തിപ്പോകുന്നതാണോ, അതോ അതിന് പിന്നിൽ താല്പര്യങ്ങൾ ഉണ്ടാകാമോ? ശ്രീ അഭിലാഷ്, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എക്കാലത്തും താല്പര്യങ്ങളുണ്ട്, സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, വ്യക്തിത്വങ്ങൾക്ക് അമിത മോഹങ്ങളുണ്ട്. ഇതൊക്കെയാണ് കോൺഗ്രസ് രീതികൾ. പക്ഷെ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതപ്പെടുന്ന, പൊതുവെ അങ്ങനെയാണ് കരുതപ്പെടുന്നത്. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരമുണ്ട്. അങ്ങനെയെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ ഏറ്റവും അധികം സാധ്യത മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനാണ്. പക്ഷെ നോക്കൂ, ഇപ്പോൾ കടന്നു വന്ന കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ സംഭവിച്ച, കോൺഗ്രസിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ, കോൺഗ്രസിന് പുറത്തുനിന്ന് വരുന്ന ആരോപണങ്ങൾ പൊയ്ക്കോട്ടെ, കോൺഗ്രസിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഇതൊരു നാഥനില്ല കളരിയായി മാറുന്നു. അത് വ്യക്തമായ ആരാണ്, ഹൂ ഈസ് ഇൻ കമാൻഡ്, ഇതാണ് ചോദ്യം. KPCC പ്രസിഡന്റ് ഇരിക്കെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ആരാണ്, എന്താണ് മീഡിയ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അദ്ദേഹം ഒഴുക്കൻ മട്ടിൽ മറുപടി പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു മീഡിയ സെൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല. പിന്നെ ആരാണ് അറിയേണ്ടത്? അപ്പൊ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, ഇവരൊക്കെ സാമാന്യം ശക്തരായ UDFന്റെ നേതാക്കന്മാരാകണം. ഇവിടെ VD സതീശനെതിരെ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ സംഭവിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പിസോഡ് തുടങ്ങി അദ്ദേഹത്തിനെതിരെ സംഭവിച്ച സൈബർ ആക്രമണങ്ങൾ, കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ ആക്രമണങ്ങളുടെ ഒരു രീതിശാസ്ത്രം വെച്ച് പരിശോധിച്ചാൽ വ്യക്തമായ ചില സൂചനകൾ ലഭിക്കുന്നു. അടുത്ത മാൻ ഇൻ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ അത് VD സതീശനാണ്. കാരണം ഒരു വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്റ് ജനാധിപത്യ സംവിധാനത്തിൽ ആരാണോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരിക്കും ആത്യന്തികമായി ഒരു പ്രതിപക്ഷം വിജയിച്ച് ഭരണപക്ഷവുമായി വന്നാൽ ഒരു ഷാഡോ ക്യാബിനറ്റിന്റെ മുഖ്യമന്ത്രി അടുത്ത ക്യാബിനറ്റിന്റെ യഥാർത്ഥ മുഖ്യമന്ത്രിയായി മാറും. പക്ഷെ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് VD സതീശൻ വളരെ മുൻപ് തന്നെ ചെയ്തു. അതിനുള്ള പ്രധാന നീക്കം എന്ന് പറയുന്നത് യങ് ബ്രിഗേഡ്, അതായത് രാഹുൽ ബ്രിഗേഡ്, രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഗാന്ധി ബ്രിഗേഡ് എന്ന് പറയുമ്പോൾ അത് യുവജനങ്ങളെ പാർട്ടിക്കുള്ളിൽ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വളർന്നു വന്ന ആളുകളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും VT ബലറാമും എല്ലാം തന്നെ. ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി തനിക്ക് തന്നെ അനുകൂലിക്കുന്ന ഒരു പിടി യുവ MLA മാരുണ്ടാവും. അവരാണ് കോൺഗ്രസ് പാർട്ടിയുടെ നട്ടെല്ല്, ഭാവി അവരാണ്. ഒരു ജീരിയാട്രിക് ലീഡർഷിപ്പ്, അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പൊയ്ക്കോളും എന്ന VD സതീശന്റെ യുക്തിയാണ് ഇപ്പോഴിതാ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. VD സതീശൻ വളർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിധേയനായി അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ VD സതീശന് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കുള്ളിൽ സജീവമാണ്. 2, ഇവിടെ VT ബലറാമിനെതിരെ BD പരാമർശം വന്നപ്പോൾ, ബി ഫോർ BD എന്ന പരാമർശം വന്നപ്പോൾ നോക്കൂ, അതിന്റെ ചുമതലയുണ്ടായിരുന്ന, സൈബർ സെല്ലിന്റെ ചുമതലയുണ്ടായിരുന്ന VT ബലറാമിനെതിരെ എല്ലാ കണ്ണുകളും VT ബലറാമിനെതിരെ നീങ്ങുകയാണ്. അവിടെ ഒരു ക്രിയാത്മകമായ നിലപാടെടുക്കുന്നതിന് പകരം അവിടെയും വേണ്ട രീതിയിൽ ഒരു നേതൃത്വത്തെ, യങ് ലീഡറിനെ ഹോൾഡ് ചെയ്യാൻ VD സതീശന് കഴിയുന്നില്ല. ഒന്നുകിൽ പരസ്യമായി തള്ളിപ്പറയുന്നു, എന്നിട്ട് രഹസ്യമായി പിന്തുണയ്ക്കുന്നു എന്ന് ഭാവിക്കുന്നു. കൃത്യമായ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോഴും VD സതീശന്റെ നിലപാടിൽ ആശയക്കുഴപ്പമുണ്ട്. ഇത് മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം ഏത് വിധേനയും ന്യൂട്രലൈസ് ചെയ്യാൻ, ഡള്ളിഫൈ ചെയ്യാൻ, മാറ്റിക്കളയാൻ ഒരു ശ്രമം ഇതിനുള്ളിൽ നടക്കുന്നു. അതുകൊണ്ട് വ്യക്തമായ സീനിയർ നേതാക്കളുടെ ഉൾപ്പെടെ അനുഗ്രഹാശംസകളോട് തന്നെയാണ് തീർച്ചയായും സൈബർ ഇടങ്ങളിൽ പോരാട്ടം നടക്കുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, മുതിർന്ന നേതാവ് മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രിയോടൊപ്പം VD സതീശൻ ഓണം സദ്യ കഴിക്കുന്നതിന്റെ പിന്നിൽ ഒരു അനൗചിത്യം കണ്ടെത്തിയപ്പോൾ ഇവിടെയും ആർക്കും കൊട്ടാവുന്ന ചെണ്ട എന്ന നിലയിൽ VD സതീശൻ മാറുന്നു എന്ന പ്രതീതിയാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ വാളുകളും സതീശനെതിരെ ഇപ്പോൾ ഉയരുന്ന ഒരു കാഴ്ചയാണ് കോൺഗ്രസിനുള്ളിൽ കാണുന്നത്. ശരി, അത് ഏത് നിലയ്ക്ക് പുരോഗമിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.